ഉച്ചയ്ക്ക് എന്ത് കറി വെക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ പനിക്കൂർക്ക മൊത്തം പോയായിരുന്നു കേട്ടോ. അത് വീണ്ടും നല്ല തളുത്ത് കയറി വരുന്നുണ്ട് പനിക്കൂർക്ക. കണ്ടോ? നല്ല നമ്മുടെ തുളസി അതിൻ്റെ തൊട്ടടുത്തതാ മറ്റേ പച്ചക്കളറുള്ളൊരു ചീരയില്ലേ, അതാ വെക്കാതെ ഞാൻ ആദ്യം വെച്ചു. പക്ഷേ അത് തികയത്തില്ല വെക്കാം. അതുകൊണ്ട് ഞാൻ നമ്മുടെ ചേമ്പുംതാൾ മുറിക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഇലയും തണ്ടും കൂടെ അരിഞ്ഞ് വെക്കൂലേ, അങ്ങനത്തെ ചേമ്പാണിത്. അത് ഒരുപാട് തണ്ടുകൾ മുറിക്കാതെ വെച്ചത് കാരണം സത്യത്തിൽ ഇത് നമ്മുടെ അല്ല കേട്ടോ, തൊട്ടപ്പുറത്ത് വീട്ടിലെ ലീലേച്ചിയുടെ. അപ്പോൾ ലീലേച്ചി പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മുറിച്ചെടുത്തു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അതിൽ നിന്ന് ഒരു കഷ്ണം ഒരു തണ്ട് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് തണ്ടുകളുണ്ട്. ദൂരെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്, കാരണം ആ കല്ലിലൊക്കെ പുഴുള്ള കാരണം ദൂരെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാനതൊരു തണ്ട് മുറിക്കാൻ വേണ്ടി നിൽക്കുവാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇഞ്ചിയും നട്ടിട്ടുണ്ട്. ചേമ്പിൻ്റെ തൊട്ടടുത്ത് ഇത് സാദാ ചേമ്പ്. നമ്മൾ ഇത് കറിവേപ്പില അതാ ഒരു ചെറിയൊരു മരമാണ് കറിവേപ്പില. അത് നമ്മൾ കറിവേപ്പില ഒടിക്കുന്നത് ഉണ്ടോ. അപ്പം ഞാൻ വീഡിയോ മതിയാക്കി പോവാം. ബൈ ബൈ.